ഒരു വയോധികൻ വീട്ടിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടു. ആദ്യം തോന്നിയത് കവർച്ച. പക്ഷേ അന്വേഷണത്തിൽ പുറത്തു വന്നത് നാടിനെ ഞെട്ടിക്കുന്ന മറ്റൊരു കഥ. ഒരു ഐഫോണിനും ബൈക്കിനും വേണ്ടി നടന്നതെന്ന് പോലീസ് പറയുന്ന ഈ കൊലപാതകത്തിന് പിന്നിൽ 13 വയസ്സുകാരിയായ കൊച്ചുമകളിലേക്കാണ് അന്വേഷണം എത്തിയത്. ആദ്യ നോട്ടത്തിൽ ഇതൊരു സാധാരണ കവർച്ചയ്ക്കിടെയുണ്ടായ കൊലപാതകമെന്നായിരുന്നു സംശയം. പക്ഷേ അന്വേഷണ സംഘം ഓരോ കണ്ണിയും കൂട്ടിച്ചേർത്തപ്പോൾ ഈ കേസിൻ്റെ കഥ മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞു. കൊലപാതകത്തിന് പിന്നിൽ പുറത്തുനിന്നെത്തിയ ഒരു സംഘം മാത്രമല്ല, വീട്ടുകാരുമായി അടുത്ത ബന്ധമുള്ള ഒരാൾക്കും ഇതിൽ പങ്കുണ്ടെന്ന സംശയം പോലീസിനുണ്ടായി. അതിലും ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി അന്വേഷണത്തിൽ പുറത്തുവന്നു. കൊല്ലപ്പെട്ട ശിവൻകുട്ടിയുടെ 13 വയസ്സുകാരിയായ കൊച്ചുമകൾ തന്നെ ഈ കേസിലെ നിർണായക കണ്ണിയായി മാറുകയായിരുന്നു. മുത്തച്ഛൻ കൊല്ലപ്പെടുന്ന ദൃശ്യങ്ങൾ പെൺകുട്ടി വീഡിയോ കോളിലൂടെ തത്സമയം കണ്ടിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് സ്വർണം കവരാനും അതിലൂടെ ഐഫോൺ വാങ്ങാനുമുള്ള ആഗ്രഹം ഒടുവിൽ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് അന്വേഷണത്തിൽ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരം. സംഭവ ദിവസം വീട്ടിൽ ശിവൻകുട്ടി മാത്രമായിരുന്നു. മകളും ഭാര്യയും ആശുപത്രിയിലായിരുന്നു. മകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഭാര്യ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. കൊച്ചുമകളെ സുരക്ഷയ്ക്കായി മറ്റൊരു ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ പരീക്ഷയുണ്ടെന്ന് പറഞ്ഞ് പെൺകുട്ടി അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിലെത്തിയ ശേഷം നാട്ടുകാരെ അറിയിച്ചത് മുത്തച്ഛൻ മരിച്ചു കിടക്കുകയാണെന്നും വീടിൻ്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്നുമായിരുന്നു. പക്ഷേ പിന്നീട് പോലീസ് ശ്രദ്ധിച്ചത് ചില അസാധാരണ കാര്യങ്ങളിലേക്കാണ്. മുത്തച്ഛൻ ക്രൂരമായി കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞിട്ടും പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ വലിയ ഭാവവ്യത്യാസമില്ലാത്തത് അന്വേഷണ സംഘത്തിൽ സംശയമുയർത്തി. അതിനിടെ തനിക്ക് പരീക്ഷ എഴുതാൻ സ്കൂളിൽ പോകണമെന്ന പെൺകുട്ടിയുടെ വാശിയും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ് കേസിന്റെ നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. രാത്രിയിൽ വീട്ടിലെ ശൗചാലയത്തിലെ വെന്റിലേറ്റർ വഴിയാണ് കൊല്ലം പരവൂർ സ്വദേശികളായ 3 കൗമാരക്കാർ അകത്തുകയറിയതെന്നാണ് പോലീസ് പറയുന്നത്. അവർ ശിവൻകുട്ടിയെ ആക്രമിച്ചു. കൈകാലുകൾ കിടക്കവിരികളും മറ്റും ഉപയോഗിച്ച് പിന്നിലേക്ക് കൂട്ടിക്കെട്ടി. തുടർന്ന് കഴുത്തിൽ തുണി മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമവും നടന്നു. വീടിനുള്ളിൽ മുളകുപൊടി വിതറി. കിടപ്പുമുറിയിലെ അലമാര തകർത്തു. അവിടെ സൂക്ഷിച്ചിരുന്ന ഏകദേശം 6 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു. എന്നാൽ അന്വേഷണത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്നതായി മാറിയത് കൊലപാതകത്തിന് പിന്നിലെ പ്രേരണയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. ഒരു ഐഫോൺ വാങ്ങണമെന്ന ആഗ്രഹം, കൂട്ടുപ്രതികളായ കൗമാരക്കാർക്ക് ബൈക്ക് വാങ്ങണമെന്ന ആവശ്യം, ഇതിനായി വീട്ടിലെ സ്വർണം കവരാൻ പദ്ധതിയിട്ടു എന്നാണ് പോലീസ് പറയുന്നത്. ഒരു മൊബൈൽ ഫോൺ വാങ്ങണമെന്ന ആഗ്രഹം എങ്ങനെ ഒരു മനുഷ്യന്റെ ജീവനെടുക്കുന്ന കുറ്റകൃത്യമായി മാറി? ഇതാണ് ഈ കേസിന് മുന്നിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇവിടെ മറ്റൊരു ഞെട്ടിക്കുന്ന വശം കൂടിയുണ്ട്. പെൺകുട്ടിയും പിടിയിലായ കൗമാരക്കാരും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കൂട്ടുപ്രതികൾ പെൺകുട്ടിയുടെ പരിചയക്കാരും കൂടെ പഠിച്ചവരുമാണ്. അതിനാൽ തന്നെ വീടിന്റെ ഘടനയും വീട്ടിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന വിവരങ്ങളും പ്രതികൾക്ക് എങ്ങനെ ലഭിച്ചു എന്നതും പോലീസ് അന്വേഷിക്കുകയാണ്. ഇതിനു പിന്നിൽ പ്രായപൂർത്തിയായ മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിരുന്നോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. പോലീസ് ഇപ്പോഴും പരിശോധിക്കുന്ന നിർണായകമായൊരു ചോദ്യമാണ് ഇത്. സംഭവത്തിന് പിന്നാലെ പ്രദേശത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പുറത്തുനിന്നുള്ള ഒരു സംഘം നടത്തിയ കവർച്ചയെന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയത്. എന്നാൽ അന്വേഷണത്തിന്റെ ദിശ മാറി. അവസാനമെത്തിയത് കൊല്ലപ്പെട്ട വയോധികന്റെ കുടുംബവുമായി നേരിട്ട് ബന്ധമുള്ള 13 വയസ്സുകാരിയിലേക്കും അവളുടെ പരിചയക്കാരായ 3 കൗമാരക്കാരിലേക്കുമാണ്. ഈ കേസിന്റെ ഓരോ വിവരവും ഞെട്ടിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി അന്തിമമായി വിധിക്കുന്നതുവരെ അവർ നിയമപരമായി കുറ്റാരോപിതർ മാത്രമാണ്. പോലീസ് അന്വേഷണം പൂർത്തിയാക്കുകയും തെളിവുകൾ കോടതിയിൽ പരിശോധിക്കപ്പെടുകയും വേണം. അതേസമയം ഈ സംഭവം
സമൂഹത്തിനു മുന്നിൽ വെക്കുന്ന ചോദ്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. കുട്ടികളുടെ കൈകളിലെ സാങ്കേതികവിദ്യ എത്രത്തോളം നിയന്ത്രിക്കപ്പെടണം? വില കൂടിയ മൊബൈൽ ഫോണുകൾ, ബൈക്കുകൾ തുടങ്ങിയവ സ്വന്തമാക്കാനുള്ള അമിത ആഗ്രഹം കൗമാരക്കാരെ എവിടേക്കാണ് കൊണ്ട് ചെന്നെത്തിക്കുന്നത്? സോഷ്യൽ മീഡിയയിലൂടെയും ഓൺലൈൻ ഇടപെടലുകളിലൂടെയും കുട്ടികൾ ആരുമായി ബന്ധപ്പെടുന്നു എന്നത് മാതാപിതാക്കൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്? അതിലും പ്രധാനമായി ഒരു കുട്ടിയുടെ മനസ്സിൽ അപകടകരമായ ചിന്തകൾ രൂപപ്പെടുമ്പോൾ അത് തിരിച്ചറിയാൻ കുടുംബത്തിനും സമൂഹത്തിനും കഴിയുന്നുണ്ടോ എന്നതാണ്. കരുവാറ്റയിലെ ഈ സംഭവം ഒരു കൊലപാതക കേസ് മാത്രമല്ല. കൗമാര മനസ്സുകളിലേക്ക് പണം, ആഡംബരം, ഗാഡ്ജറ്റുകൾ, സോഷ്യൽ മീഡിയ സ്വാധീനം എന്നിവ എങ്ങനെ കടന്നുവരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ മുന്നറിയിപ്പ് കൂടിയാണിത്. ഒരു ഐഫോണിനോ ഒരു ബൈക്കിനോ വേണ്ടി ഒരു മനുഷ്യജീവൻ അവസാനിപ്പിക്കാമെന്ന ചിന്തയിലേക്ക് ഒരു കുട്ടി എങ്ങനെ എത്തിയെന്നത് സമൂഹം വളരെ ഗൗരവമായ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ കേസിൽ ഇനി പുറത്തു വരാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പെൺകുട്ടിക്ക് മുത്തച്ഛനോട് മുൻവൈരാഗ്യമുണ്ടായിരുന്നോ? അതോ മുഴുവൻ സംഭവത്തിനും പിന്നിൽ സാമ്പത്തിക ലക്ഷ്യം മാത്രമായിരുന്നു? 3 കൗമാരക്കാർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? അതിന് ഉത്തരം നൽകേണ്ടത് പോലീസ് അന്വേഷണവും കോടതിയിലെത്തുന്ന തെളിവുകളുമാണ്. കരുവാറ്റയിലെ ആ വീട്ടിൽ നടന്നത് ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ മനസാക്ഷിയെ തന്നെയാണ് ഞെട്ടിച്ചിരിക്കുന്നത്. ഒരു കൊലപാതകത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്തുക എന്നത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഈ സംഭവം നമ്മളൊക്കെ ചോദിക്കേണ്ട ചില വലിയ ചോദ്യങ്ങളും മുന്നിൽ വയ്ക്കുന്നുണ്ട്. കുട്ടികളുടെ ജീവിതത്തിൽ ഇന്ന് മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും സുഹൃത്ത് ബന്ധങ്ങളും വലിയ സ്വാധീനം ചെലുത്തുന്ന കാലമാണ്. എന്താണ് അവർ കാണുന്നത്? ആരോടാണ് സംസാരിക്കുന്നത്? എന്ത് തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് അവരുടെ മനസ്സിൽ രൂപപ്പെടുന്നത്? ഇതെല്ലാം കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. വില കൂടിയ ഒരു ഗാഡ്ജറ്റ് സ്വന്തമാക്കണമെന്ന ആഗ്രഹം പോലും നിയന്ത്രണമില്ലാതെ വളർന്നാൽ അത് എത്ര വലിയ അപകടകരമായ ചിന്തകളിലേക്ക് എത്താമെന്നതിൻ്റെ ഭയപ്പെടുത്തുന്ന ഉദാഹരണമാണ് ഈ കരുവാറ്റയിലെ ഈ കൊലപാതക കേസ്. അതേസമയം ഈ കേസിൽ ആരോപണ വിധേയരായവർ പ്രായപൂർത്തിയാകാത്തവരാണെന്ന കാര്യവും പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. അവരുടെ മേൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അന്വേഷണത്തിലൂടെയും നിയമ നടപടികളിലൂടെയും മാത്രമേ അന്തിമമായി തെളിയിക്കപ്പെടുകയുള്ളൂ. അതിനാൽ ഈ സംഭവത്തെ സെൻസേഷണലൈസ് ചെയ്യുന്നതിന് പകരം സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയും കുട്ടികൾ എങ്ങനെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നു എന്നതിനെക്കുറിച്ചും ഗൗരവമായി ചിന്തിക്കുകയും വേണം. ഇവിടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് മാത്രമല്ല, അവരുടെ സൗഹൃദങ്ങളും ഓൺലൈൻ ഇടപെടലുകളും മാനസിക മാറ്റങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജെൻസി, ജെൻ ആൽഫ എന്നൊക്കെ പറയുമ്പോൾ വളരെ അപകടകരമായ ഒരു ജനറേഷനാണ്. നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കും. ഇവിടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് മാത്രമല്ല, അവരുടെ സൗഹൃദങ്ങളും ഓൺലൈൻ ഇടപെടലുകളും മാനസിക മാറ്റങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കുട്ടി പെട്ടെന്ന് വില കൂടിയ വസ്തുക്കളോട് അമിത താല്പര്യം കാണിക്കുകയോ സംശയകരമായ സൗഹൃദങ്ങൾ രൂപപ്പെടുകയോ പെരുമാറ്റത്തിൽ നിന്ന് വലിയ മാറ്റങ്ങൾ കാണിക്കുകയോ ചെയ്താൽ അതിനെ ഒരിക്കലും അവഗണിച്ചു കളയരുത്. ശാസിക്കുന്നതിനേക്കാൾ ആദ്യം സംസാരിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. ഈ കേസിൽ ഇനി പുറത്തു വരാനുള്ള വിവരങ്ങൾ എന്തൊക്കെയായിരിക്കാം? പെൺകുട്ടിയുടെ പങ്ക് എന്തായിരുന്നു? 3 കൗമാരക്കാർക്ക് പിന്നിൽ മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിരുന്നോ എന്ന് കൊലപാതകത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോലീസ് അന്വേഷണവും കോടതിയിൽ പരിശോധിക്കപ്പെടുന്ന തെളിവുകളും നൽകേണ്ടതാണ്. ഒരു മൊബൈൽ ഫോണിനോ ഒരു ബൈക്കിനോ വേണ്ടി ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നത് ഒരിക്കലും സാധാരണ സംഭവമായി കാണാൻ കഴിയില്ല. ഈ സംഭവം ഒരു വാർത്തയായി മാത്രം കണ്ട് കടന്നു പോകാതെ നമ്മുടെ വീടുകളിലും കുട്ടികളുടെ ജീവിതത്തിലും എന്താണ് സംഭവിക്കുന്നത് എന്നത് ഓരോ കുടുംബവും ചിന്തിക്കേണ്ട സമയമാണ്. കൗമാര മനസ്സുകളിലേക്ക് പണം, ആഡംബരം, വില കൂടിയ ഗാഡ്ജറ്റുകൾ, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്നിവ എത്ര ആഴത്തിൽ കടന്നു കയറുന്നു എന്നതിൻ്റെ ഗൗരവമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കരുവാറ്റയിലെ ഈ ഒരു സംഭവം. ഒരു ഫോൺ സ്വന്തമാക്കണമെന്ന ആഗ്രഹം മുതൽ കൂട്ടുകാരുടെ മുന്നിൽ തങ്ങളുടെ ജീവിതം കൂടുതൽ ആഡംബരപൂർണ്ണമാക്കണമെന്ന ആഗ്രഹം വരെ ചെറിയതായി തോന്നുന്ന ആഗ്രഹങ്ങൾ നിയന്ത്രണം വിട്ടാൽ അത് എത്ര അപകടകരമായ വഴികളിലേക്ക് എത്തിച്ചേരാം എന്ന ചോദ്യമാണ് ഈ സംഭവം കൊണ്ട് ഉയർത്തുന്നത്. ഇത് കുട്ടികളെ കുറ്റപ്പെടുത്താനുള്ള മാത്രം വിഷയമല്ല. അവർ എന്താണ് കാണുന്നത്, ആരുമായി സൗഹൃദം പുലർത്തുന്നു, എന്താണ് അവരുടെ സ്വപ്നങ്ങളും സമ്മർദ്ദങ്ങളും, പണത്തെയും ആഡംബരത്തെയും കുറിച്ച് അവർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനുമുണ്ട്. കുട്ടികളുടെ കയ്യിൽ ഫോൺ നൽകുന്നതിന് മുമ്പ് ആ ഫോണിലൂടെ അവർ ഏത് ലോകത്തേക്കാണ് പ്രവേശിക്കുന്നത് എന്നതും മനസ്സിലാക്കേണ്ട കാലമാണിത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരിക്കാം? കൗമാരക്കാരെ ഇത്തരം അപകടകരമായ വഴികളിലേക്ക് എത്തിക്കുന്നതിൽ കുടുംബത്തിനും സമൂഹത്തിനും എത്രമാത്രം ഉത്തരവാദിത്വമുണ്ട്? അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.